നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ നാളെ അധികാരം ഏൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആവേശം തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയേണ്ടി വരും. സാധാരണക്കാരന്റെ ജനഹൃദയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം വളരെ വലുതാണ് എന്നതിനുള്ള തെളിവുകൾ തന്നെയായിരുന്നു കേരളത്തിലെ റിസൾട്ട് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് എന്നതായിരുന്നു എല്ലാവരുടെ മനസ്സിൽ എന്നാണ് വ്യക്തമാകുന്നത്. സാധാരണക്കാരായ ജനം പ്രതികരിക്കുകയാണ്. ഈ റിസൾട്ടിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. എന്നാൽ ഒറ്റ കനൽ തരിയുമെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നവരും കുറവല്ല. തൃശൂരിലെ സീറ്റ് പിണറായി വിജയൻ ഒത്ത കളിയാണ് എന്നും പറയുന്നുണ്ട്. വീണ വിജയൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള സീറ്റായിരുന്നു തൃശൂരിലേത് എന്നും പറയുന്നുണ്ട് പൊതുജനം. മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കുമെതിരെയുള്ള അടിയാണെന്നും ഇതൊന്നും പിണറായി വിജയന്റെ സ്ത്രീധനത്തിൽ നിന്നും കിട്ടിയ തുകയല്ല ഈ ദൂർത്തടിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുകൂടി പറയുകയാണ് ജനം. മാത്രമല്ല, ഇതേ നില തുടരുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഇവിടത്തെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ വിധി തന്നെ LDF സർക്കാരിന് ആവർത്തിച്ച് ലഭിക്കും എന്നും പ്രതികരണങ്ങൾ വരുന്നു. ചില പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. ഇപ്പോഴത്തെ റിസൾട്ട് ഞങ്ങൾക്കെല്ലാം തൃപ്തിയുള്ള റിസൾട്ടാണ്. ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്ന റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് ഇടത് സർക്കാരിന് ഒരു തിരിച്ചടിയാണ്. ഇങ്ങനെ അഴിമതി ഭരണം, ഇവരുടെ അഴിമതി ഭരണം, ഇവർ അക്രമം, ഇതൊക്കെ ഇവർ അവസാനിപ്പിക്കണം. ഇവിടെ കുടുംബസ്വത്തല്ല, ഇത് ജനങ്ങളുടെ സ്വത്താണ്. ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ കേരളം ഇവിടെ കുടുംബസ്വത്താണെന്നാണ് വിചാരം. ഇവർക്കൊക്കെ സ്ത്രീധനം കിട്ടിയ വകയെന്നാണ് ഇതൊക്കെ ജനങ്ങളുടേതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇത് ഞങ്ങൾക്കെല്ലാം തൃപ്തിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഭരിക്കുമ്പോൾ അവരിങ്ങനെ ഈ അഹങ്കാരത്തോടൊന്നും സംസാരിക്കണം ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവിടുത്തെ കുടുംബസ്വത്ത് പോലെയാണ് ഇവരുടെയൊക്കെ സംസാരങ്ങൾ. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഇതൊന്നും, ജനങ്ങളുടേതാണ് ഇതൊക്കെ. അപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ച അടുത്ത കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലൊരു റിസൾട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ബോധവാന്മാരായി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇടത് സർക്കാരിൻ്റെ തോൽവി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ ശരിക്ക് വന്നത്. അവരവരുടെ പ്രയാസങ്ങൾ പുറത്ത് പറയാനായിട്ട് കിട്ടിയ ഒരു ചാൻസ് എന്ന നിലയ്ക്കാണ് ഇത്രയും വലിയ ഒരു പതനത്തിലേക്ക് പോയത് LDF. BJPക്ക് പിന്നെ സ്ട്രെങ്ത്ത് കിട്ടാനുള്ള ചാൻസ് ഇപ്പം വിഴിഞ്ഞം ഭാഗത്താണ് ശരിക്കും അടി കിട്ടിയത്. അത് വീണ്ടെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇനിയുണ്ട്. ഇനി ഇവിടെ എപ്പോഴായിരുന്നാലും താമര വിരിയും എന്നുള്ളതിന് 100% ഉറപ്പാണ്. കാരണം ജനങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോണത് തൃശ്ശൂരും തിരുവനന്തപുരവും ഒരു മാറ്റത്തിൻ്റെ ഇത് കിട്ടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കിട്ടിക്കൊള്ളും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ജനങ്ങൾ സന്തോഷത്തിലാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും 20 സ്ഥലത്തും ജനങ്ങൾ സന്തോഷത്തിലാണ്. കുറച്ച് പേരുടെ മനസ്സുകൾ മനസ്സിലാക്കും തോറും സംസാരിക്കും തോറും പൊതുരംഗത്ത് വരാൻ മടിക്കുന്നവരും ഇപ്പോഴ് താമരയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മറയ്ക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. തൃശ്ശൂരിൽ ഞാൻ അറിഞ്ഞെടുത്തതോളം വ്യക്തിപരമായ വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയതെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. മുസ്ലിങ്ങൾ ധാരാളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻസ് അതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ധാരാളം കിട്ടിയത് ഈ വ്യക്തികളെല്ലാം ഇനി അടുത്ത വർഷം മീൻസ് 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളത് എൻ്റെ പരിപൂർണ്ണ വിശ്വാസമാണ്. ഈ ഇടത് സർക്കാരിന്റെ പതനം ഇനി ഉണ്ടാവും. അതിൻ്റെ കാറ്റുകൾ ഇനി അടിക്കും. ഇതിനി അവർക്ക് വീണ്ടും പൊതുവേ LDF മടുത്തിരിക്കുക ജനങ്ങൾ. കാരണം ഞാൻ ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ കടയിൽ വരുന്നവർ പറഞ്ഞ് അവരുടെ ഇനി പിന്നിലാണ്, അവർ മുന്നേറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പൊതുവേ ഉള്ള എൻ്റെ ഒരു നിഗമനം. ഇനി ഇവിടെ പൊതുവേ BJPക്ക് നല്ലൊരു ചാൻസ്. ഇപ്പം കോൺഗ്രസ്സിന് കിട്ടിയത് നോക്കണ്ട, അതൊരു തരംഗമാണ്. ഇപ്പോഴത്തെ UDFൻ്റെ ഒരു തരംഗത്തിൽ കിട്ടിയതാണ്. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് മാറും. അടുത്ത പ്രാവശ്യമാണ് കളി യഥാർത്ഥത്തിൽ കളിക്കാൻ കിടക്കുന്നത്. കളി കാണുമ്പോൾ അറിയാം.
ഇപ്പോഴത്തെ ഈ റിസൾട്ടിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ റിസൾട്ടിൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായം, കുഴപ്പമില്ല. പിന്നെ തൃശ്ശൂർ അവർ LDF കളിച്ചാണ്, അല്ലാതെ തൃശ്ശൂർ LDF വരാൻ വേണ്ടിയിട്ട് BJP വരാൻ വേണ്ടിയിട്ട് തന്നെ LDF മറിച്ച് കൊടുത്താണ്. അവർ വടകരയും മറ്റും നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അത് LDF കൊണ്ടത് കാരണം ഇതിലൊക്കെ ആണെങ്കിൽ ഒന്ന് വീണ വിജയൻ വന്നിട്ട് ഒരു പാർട്ടി അനുഭാവിയല്ല, പാർട്ടി പ്രവർത്തകയല്ല, SFI അല്ല, മഹിളയിലല്ല, ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അല്ലെങ്കിൽ ഇവർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ വീണ വിജയൻ ജയിലിലേക്ക് പോകും. അതിന് വേണ്ടിയാണ് അവർ നല്ലൊരു അടി ഒഴുക്കുക നല്ല വൃത്തിയാണ് നടന്നിട്ടുണ്ട് അവിടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടുത്ത തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടിരുന്നത് കാണാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായാലും LDF ഇനി വരില്ല, കേരളത്തിൽ വരില്ല LDF. അവരുടെ ഈ ഭരണത്തോൽവി തന്നെയാണോ? ഭരണത്തോൽവിയല്ല, അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിപ്പോയി, കുടുംബ കമ്പനിയായിപ്പോയി. ഇപ്പം മറ്റുള്ള ഈ വേറെ സ്ഥലങ്ങളിലുള്ളതുപോലെ വന്നിട്ട് ഇതൊരു കുടുംബ കമ്പനിയായിപ്പോയി. പാർട്ടിയല്ല ഇവിടെ, പാർട്ടിക്ക് പകരമായിട്ട് ഇപ്പം മറ്റതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലുള്ള ഒരു കുടുംബ പാർട്ടിയായിട്ട് നടക്കുകയാണ്. അമ്മാവൻ, മരുവൻ, മകള്, അതാണ് നടക്കുന്നത്. അതെ, UDF പ്രവർത്തിക്കും, നടക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ ഏകദേശമൊക്കെ നടക്കുമെന്ന് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായമാണ് തോന്നുന്നു. അതൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ മൊത്തത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്.